ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളം അടിസ്ഥാന വിവരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് 10th പ്രിലിംസിന് ഉപയോഗപ്പെടുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പം നമുക്ക് തുടങ്ങാം. കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു? തിരൂർ ടു ബേപ്പൂര്, തിരൂര് മുതൽ ബേപ്പൂര് വരെ. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവാണ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്. പുനർഗേകം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ്. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ കൊല്ലം മുതൽ ചെങ്കോട്ട വരെയാണ്. മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയം ബ്രഹ്മപുരമാണ്. നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം പെരിയാർ ടൈഗർ റിസർവ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് പുല്ലമ്പാറ. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്നറിയപ്പെടുന്നതുമായ തുറമുഖമാണ് നീണ്ടകര. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറയിലാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. അടിസ്ഥാന വിവരങ്ങളിലേക്ക് പോകാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറാണ്. അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 17 മിനിറ്റ് 30 സെക്കൻഡ് വടക്ക് മുതൽ 12 ഡിഗ്രി 47 മിനിറ്റ് 40 സെക്കൻഡ് വടക്ക് വരെയാണ്. രേഖാംശ സ്ഥാനം 74 ഡിഗ്രി 27 മിനിറ്റ് 47 സെക്കൻഡ് കിഴക്ക് മുതൽ 77 ഡിഗ്രി 37 മിനിറ്റ് 12 സെക്കൻഡ് കിഴക്ക് വരെയാണ്. ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം? 1.18%. കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. സംസ്ഥാനങ്ങൾക്കിടയിൽ വിസ്തീർണത്തിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ 21. കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ കടൽ തീരത്തിന്റെ നീളം ചോദിച്ചാൽ 580 കിലോമീറ്റർ എന്നാണ് പഴയ കണക്ക്. നിലവിൽ 590 എന്നും പുതിയ രേഖകളിൽ 600.15 കിലോമീറ്റർ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ 3 പഠിച്ചു വെച്ചേക്കുക. ഓപ്ഷനിൽ ഏതാന്ന് നോക്കിയിട്ട് കറുപ്പിക്കാൻ നോക്കുക. അതിർത്തികൾ: വടക്ക് കർണാടക, തെക്ക് തമിഴ്നാട്, പടിഞ്ഞാറ് മാഹിയും അറബിക്കടലും, കിഴക്ക് സഹ്യാദ്രി, പശ്ചിമഘട്ട. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 13. കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാടും കർണാടകയും. കേരളത്തിന്റെ തെക്കു കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. കേരളത്തിന്റെ വടക്കു കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. കേരളത്തിന്റെ കിഴക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര പശ്ചിമഘട്ടം. കേരളത്തിൽ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടല് അറബിക്കടല്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് അറബിക്കടൽ. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാടാണ്. ഏക താലൂക്ക് ചോദിച്ചാൽ സുൽത്താൻ ബത്തേരിയാണ്. ഏക ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴ. തമിഴ്നാട്, കർണാടക എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമം മുത്തങ്ങ. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കാസർഗോഡ്, കണ്ണൂര്, വയനാട്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂര്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. കേരളത്തിലെ പൂർണ്ണമായും കരയാൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ലകളുടെ എണ്ണം ചോദിച്ചാൽ 5 ആണ്. വയനാട്, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട. സമുദ്രാതിർത്തി ഇല്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതും കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ടതുമായിട്ടുള്ള ഒരു ജില്ലയാണ് കോട്ടയം. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഒരു ഭാഗം ചോദിച്ചാൽ അത് മാഹിയാണ്. പുതുച്ചേരിയുടെ ഭാഗമാണ് മാഹി. കുറച്ച് കറണ്ട് അഫയേഴ്സും കൂടെ നമുക്ക് നോക്കാം. വയനാടിന്റെ ഔദ്യോഗിക ശലഭമാണ് കരിനീല കടുവ. കരുനീല കടുവ ശലഭമാണ്. 134 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ തുമ്പിയാണ് മൂങ്ങ വലച്ചിറകൻ തുമ്പി. മൂങ്ങ വലച്ചിറകൻ തുമ്പി. 2025 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് വേദിയായത് പാലക്കാടാണ്.
2025 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം ഓവറോൾ ചാമ്പ്യന്മാരായത് മലപ്പുറമാണ്. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? 2025 ഡിസംബർ 9 മുതൽ 11 വരെയാണ്. 2025 മെയ്യിൽ കടലിൽ മുങ്ങിയ MSC എൽസ 3യിൽ നിന്നുള്ള കണ്ടെയ്നർ കണ്ടെത്തിയത് എവിടെയാണെന്ന് ചോദിച്ചിട്ടാണ്. അത് കോവളത്താണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾക്കത് 10th പ്രിലിംസിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. ബൈ.